അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സ്ക്രൂ ഗേജിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. +2 പ്രാക്ടിക്കൽ എക്സാമിനൊക്കെ വരുന്ന സമയത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഇൻഡിവിജ്വൽ എക്സ്പെരിമെൻ്റ് ആയിട്ട് സ്ക്രൂ ഗേജ് ചോദിക്കാറുണ്ട്. അതിൻ്റെ കൂടെ തന്നെ മറ്റ് പല എക്സ്പെരിമെൻറ്റുകൾ ചെയ്യുന്ന സമയത്ത്, ഓംസ് ലോ ഒക്കെ ചെയ്യുന്ന സമയത്ത് വയറിൻ്റെ തിക്നെസ് എടുക്കാനൊക്കെ സ്ക്രൂ ഗേജ് നമ്മൾ യൂസ് ചെയ്യേണ്ട സിറ്റുവേഷൻസ് ഉണ്ടാവാറുണ്ട്. അപ്പം നിർബന്ധമായിട്ട് നമ്മൾ സ്കിപ്പ് ചെയ്യാണ്ട് പഠിക്കേണ്ട ഒരു എക്സ്പെരിമെൻ്റാണ് സ്ക്രൂ ഗേജ്. അപ്പോൾ അതിനെ പറ്റിയാണ് നമുക്ക് പറയാനുള്ളത്. സ്ക്രൂ ഗേജിനെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരാണ് മൈക്രോമീറ്റർ. സ്ക്രൂ ഗേജിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് മൈക്രോമീറ്റർ. എന്തുകൊണ്ടാണ് ഇങ്ങനെ വിളിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈക്രോമീറ്റർ റേഞ്ചിലുള്ള എന്ന് വെച്ചാൽ വളരെ ചെറിയ മെഷർമെൻറ്റ് ഓഫ് ലെങ്ത് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഡിവൈസാണ് സ്ക്രൂ ഗേജ്. നമുക്ക് ലാബിൽ അവൈലബിൾ ആയിട്ടുള്ള +2 ലാബിൽ അവൈലബിൾ ആയിട്ടുള്ളതിൽ ലെങ്ത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും സ്മോളസ്റ്റ് ഡിവൈസായിട്ട് നമുക്ക് സ്ക്രൂ ഗേജിനെ പറയാം. സ്ക്രൂ ഗേജിൻ്റെ ഡയഗ്രം നിങ്ങൾക്ക് അവിടെ കാണാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ സ്ക്രൂ ഗേജിൻ്റെ പിച്ച് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക, ലീസ്റ്റ് കൗണ്ട് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക, സീറോ എറർ എങ്ങനെ മെഷർ ചെയ്യും, സീറോ എറർ എങ്ങനെ കറക്റ്റ് ചെയ്തിട്ട് സീറോ കറക്ഷൻ എങ്ങനെ ചെയ്യുക, റീഡിംഗ് എടുക്കുന്നത് എങ്ങനെയാണ്, റീഡിംഗ് എടുത്തതിന് ശേഷം നമ്മുടെ സ്ക്രൂ ഗേജ് യൂസ് ചെയ്തുകൊണ്ട് ഒരു മെറ്റീരിയലിൻ്റെ മെഷർമെൻറ്റ്, തിക്നെസ്സോ അങ്ങനെ എന്തെങ്കിലും ഒരു മെഷർമെൻറ്റ് നമ്മൾ എങ്ങനെയാണ് എടുക്കുക എന്നുള്ളതും നോക്കും. ഓക്കെ, അപ്പം വീഡിയോയിലേക്ക് കടക്കുന്ന സമയത്ത് നമുക്ക് ആദ്യം ഒരു സ്ക്രൂ ഗേജിൻ്റെ പ്രാക്ടിക്കലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. സോ ഇപ്പം നിങ്ങൾ കാണുന്നത് എൻ്റെ കയ്യിൽ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ക്രൂ ഗേജിൻ്റെ ഒരു പിക്ചറാണ്. ഇതിനകത്ത് നിങ്ങൾക്ക് ഒരു പോർഷൻ കാണാം, ഈ ഒരു ഭാഗം സ്ക്രൂ പോലുള്ള ഒരു പോർഷൻ കാണാം. നമ്മൾ സ്പിൻഡിൽ എന്നാണ് പറയുക. ഈ സ്പിൻഡിൽ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിനകത്ത് ഒബ്ജക്റ്റിനെ വെച്ച് അതിൻ്റെ തിക്നെസ്സൊക്കെ മെഷർ ചെയ്യാം. അപ്പോൾ അതിനകത്ത് നിങ്ങൾ നോക്കി 20 × 1 മില്ലിമീറ്റർ എന്ന് എഴുതിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ 20 മില്ലിമീറ്റർ വരെ മാക്സിമം അതിനകത്ത് അളക്കാൻ വേണ്ടി നമുക്ക് സാധിക്കുകയുള്ളൂ. മാത്രമല്ല ലോവർ റേഞ്ചിലേക്ക് പോകുന്ന സമയത്ത് മൈക്രോമീറ്റർ റേഞ്ചിലുള്ള ഒബ്ജക്റ്റിൻ്റെ തിക്നെസ് വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് വെച്ച് മെഷർ ചെയ്യാം. എന്ന് വെച്ചാൽ പേപ്പറിൻ്റെ തിക്നെസ്, ഹെയറിൻ്റെ തിക്നെസ് എന്നൊക്കെ നമുക്ക് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് സ്ക്രൂ ഗേജ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് അതുപോലെ ഇതിനകത്ത് 2 സ്കെയിലുകൾ കാണാം. ഈ ഒരു ഭാഗം, ഈ ബാക്കിൽ കണ്ട ഈ ഒരു ബ്ലാക്ക് പോർഷൻ കൊണ്ട് ഞാൻ റൊട്ടേറ്റ് ചെയ്യുന്ന ഈ ഒരു പോർഷൻ്റെ പേര് റാഷെറ്റ് എന്നാണ്. അപ്പോൾ റാഷെറ്റ് നമ്മളിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്താണ് സ്പിൻഡിൽ മൂവ്മെൻറ്റ് ഉണ്ടാവുക. അത് ഒരു ഡയറക്ഷനിൽ തിരിക്കുമ്പോൾ ടൈറ്റ് ആവുകയും മറ്റേ സൈഡിൽ തിരിക്കുന്ന സമയത്ത് അത് ലൂസ് ആവുകയും ചെയ്യുന്നത് കാണാൻ വേണ്ടി സാധിക്കും. ഇനി നിങ്ങൾ കാണുന്നത് അതിൻ്റെ മുകളിൽ 2 സ്കെയിലുകളാണ് അല്ലേ. ഒന്ന് ഈ ഒരു സ്പിൻഡിലിൻ്റെ ഈ ഒരു ഡയറക്ഷനിൽ തന്നെ കാണുന്ന ഒരു സ്കെയിലുണ്ട്, അത് നമ്മൾ മെയിൻ സ്കെയിൽ എന്നാണ് പറയുക. അതുപോലെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു സർക്കുലാർ ഭാഗത്ത് കാണുന്ന ഈ ഒരു സ്കെയിൽ നമ്മൾ ഹെഡ് സ്കെയിൽ അല്ലെങ്കിൽ സർക്കുലാർ സ്കെയിൽ എന്നാണ് പറയുക. ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ സ്ക്രൂ ഗേജിന് എൻ്റെ കയ്യിൽ നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന, പൊതുവേ നമ്മൾ ലബോറട്ടറികളിലൊക്കെ യൂസ് ചെയ്യുന്ന സ്കെയിലുകളിൽ ഈ ഹെഡ് സ്കെയിലിൻ്റെ മുകളിൽ 100 ഡിവിഷൻസ് ഉണ്ടാവും. 0 സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ ഒന്ന് 10, 20, 30, 40, 50, 60, 70, 80, 90, 100 ആകുമ്പോൾ വീണ്ടും 0 റിപ്പീറ്റ് ചെയ്യുന്നു. 100 ഡിവിഷൻസാണ് ഇതിനകത്ത് ഉണ്ടാവുക. നമുക്കിതിൻ്റെ പിച്ച് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്ന നോക്കാം. അപ്പോൾ ഇത് വൈവയ്ക്കൊക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്, എന്താണ് ഒരു സ്ക്രൂ ഗേജിൻ്റെ പിച്ച് എന്നുള്ളത്. അപ്പോൾ നോക്കി ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ ആ ഹെഡ് സ്കെയിലിൻ്റെ മുകളിൽ കോയിൻസൈഡ് ചെയ്യുന്ന രീതിയിൽ 0 വരുന്ന രീതിയിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഉണ്ടോ, ഹെഡ് സ്കെയിലിൻ്റെ മുകളിൽ നമ്മുടെ മെയിൻ സ്കെയിൽ 0 രണ്ടും ആ ഒരു ലൈനിൻ്റെ മുകളിൽ മെയിൻ സ്കെയിലിൻ്റെ മുകളിൽ നമ്മുടെ ഹെഡ് സ്കെയിലിൽ 0 വരുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നോക്കി ഞാനിത് റൊട്ടേറ്റ് ചെയ്യുകയാണ്. 0 ഒന്ന് റൊട്ടേറ്റ് ചെയ്തു, 10, 20, 30 അങ്ങനെ പോയി ഒരു തവണ വീണ്ടും നമ്മുടെ 0 അവിടെ തന്നെ വന്നു അല്ലേ. അപ്പോൾ നോക്കി എത്ര തിരിഞ്ഞിട്ടുണ്ട്, എത്ര മൂവ് ചെയ്തു. ആ ഒരു മെയിൻ സ്കെയിലിലെ 1 ഡിവിഷനാണ് നമ്മുടെ ഈ ഒരു സ്ക്രൂ ഗേജിന് മുകളിൽ ഇപ്പം മൂവ് ചെയ്തിട്ടുള്ളത്. അപ്പം നമ്മുടെ പിച്ച് എന്ന് പറയുന്നത് നമ്മളെ കയ്യിലുള്ള സ്ക്രൂ ഗേജിൻ്റെ പിച്ച് എന്ന് പറയുന്നത് 1 മില്ലിമീറ്റർ ആണ്. ഇനി പിച്ച് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ കയ്യിലൊരു ഇക്വേഷൻ ഉണ്ടായിരിക്കും. ഇപ്പോൾ നിങ്ങൾ നോക്കി ഞാൻ എന്ത് ചെയ്തു, വീണ്ടും 0 സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം അത് 2 മില്ലിമീറ്ററിലല്ലേ നിൽക്കുന്നത്, 2ലാണ് 1, 2 രണ്ടാമത്തെ ലൈനിലാണ് നിൽക്കുന്നത് അല്ലേ. മെയിൻ സ്കെയിൽ ഒരു തവണ റൊട്ടേറ്റ് ചെയ്തു, 0 വന്നു, വീണ്ടും 2 തവണ റൊട്ടേറ്റ് ചെയ്തു, 3 തവണ റൊട്ടേറ്റ് ചെയ്തു, 4, 5 തവണ റൊട്ടേറ്റ് ചെയ്തു. ഇപ്പോൾ എത്ര മില്ലിമീറ്റർ നീങ്ങിയിട്ടുണ്ട്, 5 മില്ലിമീറ്റർ. എത്ര തവണ റൊട്ടേറ്റ് ചെയ്തു, 5 ടൈംസ് റൊട്ടേറ്റ് ചെയ്തു. അപ്പോൾ 5 മില്ലിമീറ്റർ ബൈ 5 എന്ന് പറയുമ്പോൾ 1 മില്ലിമീറ്റർ. അതാണ് നമ്മുടെ കയ്യിലുള്ള സ്ക്രൂ ഗേജിൻ്റെ പിച്ച്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പിച്ച് കാൽക്കുലേറ്റ് ചെയ്യുക. അതിൻ്റെ ഇക്വേഷൻ നമുക്ക് പിന്നീട് പറയാം. ദെൻ ഇതിൻ്റെ 0 എറർ കണക്ട് ചെയ്യുക. 0 എറർ കൂടി നമുക്ക് നോക്കാം. 0 എറർ നോക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ടത്, ഒരു സ്ക്രൂ ഗേജിൻ്റെ 0 എറർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതുപോലെ നമ്മൾ സ്പിൻഡിൽ ടൈറ്റ് ചെയ്ത് മാക്സിമം ടൈറ്റ് ചെയ്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ലാസ്റ്റ് റേഷൻ്റെ ഭാഗത്ത് ഒരു തവണ ഉണ്ടോ ഇതുപോലെ ഒരു സൗണ്ട് കേൾക്കാം. ഇങ്ങനെ ഒരു സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ ആ സ്ക്രൂ ഗേജ് എന്തായിട്ടുണ്ട്, അവിടെ സെറ്റ് ആയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ സമയത്ത് നമുക്കതിൻ്റെ 0 കറക്ഷനും എററും എങ്ങനെയാണ് വരുന്നതെന്നുള്ളത് നോക്കാം. ഇനി നമ്മൾ സ്ക്രൂ ഗേജിൻ്റെ പിച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷനിലേക്കാണ് പോകുന്നത്. പിച്ച് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു, എന്ത്
പിച്ച് എന്ന് പറയുന്ന സമയത്ത് ആ പിച്ച് സ്കെയിലിൻ്റെ മുകളിൽ അഥവാ മെയിൻ സ്കെയിലിൻ്റെ മുകളിൽ എത്ര ഡിസ്റ്റൻസ് മൂവ് ചെയ്തു. ഡിസ്റ്റൻസ് മൂവ്ഡ് ഓൺ പിച്ച് സ്കെയിൽ, ഡിസ്റ്റൻസ് മൂവ്ഡ് ഓൺ പിച്ച് സ്കെയിൽ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് റൊട്ടേഷൻ, എത്ര തവണ നമ്മൾ റൊട്ടേറ്റ് ചെയ്തു, നമ്പർ ഓഫ് റൊട്ടേഷൻ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞത് പ്രകാരമാണെങ്കിൽ 5 മില്ലിമീറ്റർ 5 റൊട്ടേഷൻ ചെയ്തപ്പോൾ 5 മില്ലിമീറ്ററാണ് മൂവ് ചെയ്തത്. 5 നമ്പർ ഓഫ് റൊട്ടേഷൻ 5 അല്ലേ. 5/5 എന്ന് പറയുമ്പോൾ 1 മില്ലിമീറ്ററാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള സ്ക്രൂ ഗേജിൻ്റെ പിച്ച് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ എങ്ങനെയാണ് ലീസ്റ്റ് കൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം. ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത് സ്മോളസ്റ്റ് മെഷർമെൻ്റ് ആണ്. നമ്മുടെ സ്ക്രൂ ഗേജ് യൂസ് ചെയ്ത് മെഷർ ചെയ്യാൻ പറ്റുന്ന സ്മോളസ്റ്റ് മെഷർമെൻറ്റിനെ വിളിക്കുന്ന പേരാണ് കേട്ടോ. സ്മോളസ്റ്റ് മെഷർമെൻറ്റ് ബൈ എ ഡിവൈസ്, അതിനെ വിളിക്കുന്ന പേരാണ് ലീസ്റ്റ് കൗണ്ട്. അപ്പോൾ സ്ക്രൂ ഗേജിൻ്റെ ലീസ്റ്റ് കൗണ്ട് നമ്മൾ കാണാൻ വേണ്ടി പോവുകയാണ്, നമ്മുടെ സ്ക്രൂ ഗേജിൻ്റെ ലീസ്റ്റ് കൗണ്ട്. അപ്പോൾ ലീസ്റ്റ് കൗണ്ട് LC എന്നാണ് നമ്മളതിനെ ഷോർട്ടായിട്ട് എഴുതുക. ലീസ്റ്റ് കൗണ്ട് ഈസ് ഈക്വൽ ടു പിച്ച് ഡിവൈഡഡ് ബൈ നമ്മുടെ ഹെഡ് സ്കെയിലിൻ്റെ മുകളിൽ എത്ര റീഡിംഗ് ഉണ്ട്. പിച്ച് എന്ന് പറയുന്നത് എന്താണ്, മെയിൻ സ്കെയിലിൻ്റെ മുകളിലുള്ള പിച്ച് സ്കെയിലിൻ്റെ മുകളിലുള്ള ഒരു ഡിവിഷനെയാണ് പിച്ച് എന്ന് പറയാം. ഡിവൈഡഡ് ബൈ ഹെഡ് സ്കെയിലിൻ്റെ മുകളിലുള്ള നമ്പർ ഓഫ് ഡിവിഷൻസ് ഓൺ ഹെഡ് സ്കെയിൽ. അപ്പോൾ നമ്മുടെ സ്ക്രൂ ഗേജിൻ്റെ പിച്ച് എത്രയായിരുന്നു, 1 മില്ലിമീറ്റർ അല്ലേ. ഡിവൈഡഡ് ബൈ എത്ര ഡിവിഷനായിരുന്നു നമ്മൾ കണ്ട നേരത്തെ, 100 ഡിവിഷനായിരുന്നു. 1/100 എന്ന് പറയുമ്പോൾ 0.01 മില്ലിമീറ്ററാണ് നമ്മുടെ സ്ക്രൂ ഗേജിൻ്റെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത്. ചില സ്ക്രൂ ഗേജ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ 50 HS ഡിവിഷൻ ഹെഡ് സ്കെയിൽ ഡിവിഷൻസ് ആണ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുക. 50 ഹെഡ് സ്കെയിൽ ഡിവിഷനാണ് ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ വെച്ചാൽ അതിൻ്റെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത് 1/50 എന്ന് വെച്ച് കഴിഞ്ഞാൽ 0.02 മില്ലിമീറ്റർ ആയിരിക്കും. അപ്പോൾ അങ്ങനത്തെ വെറൈറ്റി ആയിട്ടുള്ള സ്ക്രൂ ഗേജുകളൊക്കെ അവൈലബിൾ ആണ്. നമ്മൾ പൊതുവേ ലബോറട്ടറിയിൽ നമ്മുടെ ലാബുകളിൽ യൂസ് ചെയ്യുന്നത് 0.01 മില്ലിമീറ്റർ ലീസ്റ്റ് കൗണ്ടുള്ള സ്ക്രൂ ഗേജ് ആയിരിക്കും. ഓക്കെ, ദെൻ ഇനി ഇതിൻ്റെ സീറോ എറർ എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ ഞാൻ 3 സ്ക്രൂ ഗേജുകൾ എടുത്തിട്ടുണ്ട്. എൻ്റെ കയ്യിലുള്ള 3 സ്ക്രൂ ഗേജുകൾ ഞാൻ എടുത്തിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ സ്ക്രൂ ഗേജ് നിങ്ങൾ നോക്കി, ഇവിടെ നിങ്ങൾക്ക് മെയിൻ സ്കെയിലിൻ്റെ ആ ഒരു ലൈന് കാണാം അല്ലേ. മെയിൻ സ്കെയിലിൻ്റെ മുകളിൽ പിച്ച് സ്കെയിലിൻ്റെ മുകളിൽ ലൈന് കാണാം. അതിവിടെ ഹെഡ് സ്കെയിലുമായിട്ട് കോയിൻസൈഡ് ചെയ്യുന്നത് 0 എന്ന് പറയുന്ന ലൈനിൻ്റെ നേരെയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെ അറേഞ്ച് ചെയ്യണം, നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ടൈറ്റ് ചെയ്യണേ. നമ്മുടെ റാഷറ്റ് കംപ്ലീറ്റ് ആയിട്ട് തിരിച്ച് കറക്റ്റായിട്ട് ആ സൗണ്ട് കേൾക്കുന്നവരെ നമ്മൾ റൊട്ടേറ്റ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു, ഇതുപോലെ നോക്കുന്ന സമയത്ത് മെയിൻ സ്കെയിലിൻ്റെ റീഡിങ് ഡിവിഷൻ ഇതിന് നേരെയാണ് കോയിൻസൈഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ 0 എന്ന് പറയുന്ന ഹെഡ് സ്കെയിലിൻ്റെ മുകളിലുള്ള വാല്യൂ. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഇതിനകത്ത് എറർ ഇല്ല. എറർ എന്ന് പറയുന്നത് എത്രയാണ്, 0 എററാണ്. എറർ എത്രയാണ്, 0 ആണ്. ഓക്കെ, ഇനി ഇവിടെ നോക്കി രണ്ടാമത്തെ സ്കെയിൽ ഞാൻ എടുത്തു, രണ്ടാമത്തെ സ്ക്രൂ ഗേജ് ഞാൻ എടുത്തു. ഇവിടെ നോക്കുന്ന സമയത്ത് മെയിൻ സ്കെയിൽ ഇവിടെ കിടപ്പുണ്ട്. നമ്മുടെ മെയിൻ സ്കെയിലിൻ്റെ ഡിവിഷൻ ഇവിടെ കിടപ്പുണ്ട്. അതിന് നേരെ ഞാൻ നോക്കുന്ന സമയത്ത് ഇവിടെ 0 കിടക്കുന്നത് ഇവിടെയാണ്. ഇതാണ് 0 കഴിഞ്ഞിട്ട് 1 2 3 4 5 5 ഡിവിഷൻ കഴിഞ്ഞിട്ടാണ് ഇത് കിടപ്പുള്ളത് അല്ലേ. അപ്പോൾ നോക്ക്, ഇവിടെ 5 എന്ന് പറയുന്ന ലൈനുമായിട്ട് ഹെഡ് സ്കെയിലിൻ്റെ 5ാമത്തെ ലൈനുമായിട്ടാണ് നമ്മുടെ മെയിൻ സ്കെയിൽ പിച്ച് സ്കെയിൽ എന്ത് ചെയ്യുന്നത്, കോയിൻസൈഡ് ചെയ്യുന്നത്. അതിനർത്ഥം നമുക്ക് പറയാൻ വേണ്ടി വളരെ ഈസി ആയിട്ട് പറയാൻ പറ്റും, ഇവിടെ 0 എറർ എന്ന് പറയുന്നത് എത്രയാണെന്നറിയോ. ഇവിടെ ശരിക്കും എന്താ സംഭവിച്ചത്, 5 കൂടിപ്പോയ അവസ്ഥയല്ലേ. അപ്പോൾ നമുക്ക് ശരിക്കും വേണ്ടത് എത്രയാണ്, 0 ആണ്. പക്ഷെ ഇവിടെ എത്രയാണ്, 5 കൂടുതലാണ്. അപ്പോൾ കൂടുതലാണെങ്കിൽ +5 എന്ന് എഴുതിയാൽ മതി. ഓക്കെ, ഇനി നോക്കി, അങ്ങനെയാണെന്ന് വെച്ചാൽ എന്താണ്, പോസിറ്റീവ് എററാണ്. അങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ പറയാം പോസിറ്റീവ് എറർ എന്നാണ് പറയാം. ഇനി ഇവിടെ നോക്കിയാൽ നിങ്ങൾ, അത് 3ാമത്തെ സ്ക്രൂ ഗേജ് ഞാൻ എടുത്തു. ഇവിടെ നമ്മുടെ 0 നമ്മുടെ മെയിൻ സ്കെയിൽ ഇവിടെ കിടപ്പുണ്ട്. മെയിൻ സ്കെയിൽ ഇവിടെ കിടപ്പുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് മെയിൻ സ്കെയിലുമായിട്ട് കോയിൻസൈഡ് ചെയ്യുന്ന ഇവിടെ 90 ആണ് ഇവിടെ ഉള്ളത്. 90 കഴിഞ്ഞിട്ട് ഇങ്ങനെ വന്ന് 95 എന്ന് പറയുന്ന ലൈനാണ് ഇവിടെ കോയിൻസൈഡ് ചെയ്ത് കിടക്കുന്നത്. മെയിൻ സ്കെയിലുമായിട്ട് കോയിൻസൈഡ് ചെയ്ത് കിടക്കുന്നത് 95 എന്ന് പറയുന്ന ലൈനാണ്. നമുക്ക് കുറച്ചുകൂടി ക്ലിയർ ഉള്ളൊരു ഇതിലേക്ക് നോക്കാം. ഓക്കെ, കുറച്ചും കൂടി ഒരു സ്കീമാറ്റിക് ആയിട്ട് വരച്ചിരിക്കുന്നു. നോക്കി, 0യും കോയിൻസൈഡ് ചെയ്തു. അവിടെ എറർ എത്രയാണ്, നേരത്തെ ഞാൻ പറഞ്ഞു എറർ എന്ന് പറയുന്നത് എത്രയാണ്, എറർ ഇല്ല, അവിടെ എറർ 0 ആണ്. ഇതിനെന്ത് ചെയ്തു, 0യും 5ഉം കോയിൻസൈഡ് ചെയ്തു. അപ്പോൾ 5 എത്രയാണ്, കൂടുതലാണ് അല്ല, 5 കൂടുതലാണ്. അപ്പോൾ എറർ എന്ന് പറയുന്നത് എത്രയാണ്, +5 ആണ്. ഇവിടെ നോക്കി 95 ആണ്. നോക്കി 95 ഒക്കെ ആവുന്ന സമയത്ത്
നമുക്ക് 95 എറർ ഉണ്ട് എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം അത്രയും വലിയ എററൊന്നും സ്ക്രൂ ഗേജിന് വരില്ല. സ്ക്രൂ ഗേജിന് വരാവുന്ന മാക്സിമം എറർ എന്ന് പറയുന്നത് എത്രയാണ്? 50 വരെ വരാൻ പറ്റുന്ന എററുള്ളൂ. അപ്പോൾ 50നേക്കാൾ കൂടിയ നമ്പറാണ് നമുക്കിവിടെ കോയിൻസൈഡ് ചെയ്ത് കിട്ടുന്നതെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയോ? ഈ സീറോനെ നമ്മൾ 100 ആയിട്ട് കൺസിഡർ ചെയ്യുക. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക? 95 100 അങ്ങോട്ട് കുറച്ചേക്കാം. അപ്പോൾ എത്ര വരും? 95 100 കുറച്ച് കഴിഞ്ഞാൽ -5 വരിക. എറർ എന്ന് പറയുന്നത് -5. നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം, അത് ഓർത്ത് വെച്ചാൽ ഇവിടെ 5 കൂടുതലായതുകൊണ്ട് നിങ്ങൾ +5 എന്ന് എഴുതി. ഇനി ഇവിടെ 5 കുറവല്ലേ? 0 ഉണ്ടോ? 0 ഇവിടെ കിടപ്പുള്ളത്, നമ്മുടെ 0 കിടക്കുന്നത് ഇതാ ഇവിടെ കിടപ്പുള്ളത്. അതിൽ നിന്ന് 5 കുറവാണ് ഇവിടെ അല്ലേ? 0 നിന്ന് 5 കുറവായതുകൊണ്ട് -5. കുറവ് എന്നുള്ള രീതിയിൽ മൈനസ്, കൂടുതലായാൽ പ്ലസ്. ഇനി എന്ത് ചെയ്യണം? നമുക്കിത് എറർ കറക്റ്റ് ചെയ്യണം, എറർ ശരിയാക്കണം. അങ്ങനെ എററിനെ ശരിയാക്കുന്നതിൻ്റെ പേരാണ് എന്ത്? സീറോ കറക്ഷൻ. എന്ന് വെച്ചാൽ സീറോയുമായിട്ട് കോയിൻസൈഡ് ചെയ്യുന്ന രീതിയിൽ നമ്മുടെ സ്ക്രൂ ഗേജുകളെ മാറ്റിയെടുക്കുക. ആ പ്രോസസ്സിൻ്റെ പേരാണ് സീറോ കറക്ഷൻ. അപ്പോൾ നോക്കിയേ, ആദ്യത്തെ കേസിൽ എന്തായിരുന്നു? നോ എററാണ് അല്ലേ? എറർ ഇല്ലായിരുന്നു. അപ്പം സീറോ കറക്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇവിടെ എറർ എത്രയായിരുന്നു? 0. എറർ 0. ഇവിടെ എററിനെ കറക്ഷൻ ചെയ്യണോ? കറക്ഷൻ വേണ്ട ആവശ്യമില്ല, 0 തന്നെയാണ്. അപ്പോൾ 0 + 0 0 തന്നെ കിട്ടും. ഇനി നോക്ക്, പോസിറ്റീവ് എറർ. നേരത്തെ പോസിറ്റീവ് എറർ എത്രയാണ്? എറർ 5 ആയിരുന്നു അല്ലേ? എറർ +5 ആയിരുന്നു നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. +5 ഡിവിഷൻസ് ആയിരുന്നു എറർ ഉണ്ടായിരുന്നത്. അങ്ങനെ വെച്ചാൽ ഇവിടെ കറക്റ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? 0 ആക്കണമെങ്കിൽ ഇനി എന്താ ചെയ്യേണ്ടത്? ഈ +5 ഡിവിഷൻ പോസിറ്റീവ് എറർ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ 0 ആക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? -5 കൂടി ആഡ് ചെയ്താൽ മതി അല്ലേ? +5ൻ്റെ കൂടെ -5 കൂടി ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടി? 0 കിട്ടി. അപ്പോൾ അത് കറക്റ്റ് ചെയ്തു. അപ്പോൾ കറക്ഷൻ ചെയ്തിട്ടുണ്ട്. ഇനി നേരത്തെ ഇവിടെ മൂന്നാമത്തെ സ്ക്രൂ ഗേജിൻ്റെ മുകളിൽ എന്തായിരുന്നു എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എറർ എന്ന് പറയുന്നത് -5 ഡിവിഷൻ ആയിരുന്നു അല്ലേ? നെഗറ്റീവ് എറർ ആയിരുന്നു. ഈ നെഗറ്റീവിനെ ക്യാൻസൽ ചെയ്യണമെങ്കിൽ എന്ത് വേണം? 0 ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? കറക്റ്റ് ചെയ്യണം. കറക്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്താൽ മതി? ഒരു +5 കൊണ്ട് ആഡ് ചെയ്താൽ മതി. അപ്പോൾ 0 തന്നെ കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? സീറോ കറക്ഷൻ ചെയ്യുക. ഓക്കെ ആണോ? യെസ്. ഇനി നമുക്ക് അതിൻ്റെ മെഷർമെൻറ്റ് എടുക്കാം. അപ്പോൾ നമ്മൾ സ്ക്രൂ ഗേജിനകത്ത് മെഷർമെൻറ്റ് എടുക്കുമ്പോൾ ഫൈനൽ മെഷർമെൻറ്റ് കിട്ടുക PSR, നമുക്ക് പിച്ച് സ്കെയിലിൻ്റെ മുകളിൽ കിട്ടുന്ന റീഡിങ്, പ്ലസ് കറക്റ്റഡ് HSR ഇൻറ്റു ലീസ്റ്റ് കൗണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുക? കറക്റ്റ് എക്സാക്റ്റ് ആയിട്ടുള്ള മെഷർമെൻറ്റ് റീഡിങ് കിട്ടുക. നമുക്ക് 1-2 റീഡിങ് എടുത്ത് നോക്കാം. അപ്പോൾ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്. 0.01 നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തതാണ്. അപ്പോൾ ആദ്യം ഞാൻ എൻ്റെ ആദ്യത്തെ സ്ക്രൂ ഗേജ് തന്നെ എടുത്തു. ഒന്നാമത്തെ സ്ക്രൂ ഗേജിൻ്റെ എറർ എത്രയായിരുന്നു? 0 ആയിരുന്നു. 0 എററൊന്നും ഇല്ലാത്ത സ്ക്രൂ ഗേജ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? എൻ്റെ കയ്യിൽ ഞാൻ അതാ ഒരു പെന്നെടുത്തു. ഒരു പെന്നെടുത്തിട്ട് അതിൻ്റെ തിക്നെസ്സാണ് മെഷർ ചെയ്യാൻ വേണ്ടി പോണത്. ഒരു പെന്നെടുത്തിട്ട് നമ്മുടെ സ്പിൻഡിലിൻ്റെ അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. സ്പിൻഡിലിൻ്റെ സ്ക്രൂ ഗേജിൻ്റെ ആ ഒരു ഗ്യാപ്പിൽ കൊണ്ടുപോയിട്ട് ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ടൈറ്റ് ചെയ്ത് വെച്ചതാണ്. ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നു? PSR നോക്കുന്നു. ഇവിടെ നോക്കുന്ന സമയത്ത് എനിക്കിവിടെ കാണാം 5 കഴിഞ്ഞ് പിച്ച് സ്കെയിലിൻ്റെ മുകളിൽ 1 2 3 4 5 6 7 8 ലൈനാണ് എനിക്ക് കാണാനുള്ളത്. അപ്പോൾ എനിക്ക് എഴുതാനത് എൻ്റെ PSR എന്ന് പറയുന്നത് 8 ആണ്. ഇനി HSR നോക്കണം. HSR ഞാൻ നോക്കുന്ന സമയത്ത് ഈ ഒരു ലൈൻ നേരെ വന്ന് കോയിൻസൈഡ് ചെയ്യുന്നത് 60 എന്ന് പറയുന്ന ലൈനിലാണ് അല്ലേ? 60 എന്ന് പറയുന്ന പോയിന്റിലാണ് ഇവിടെ വന്ന് കോയിൻസൈഡ് ചെയ്യുന്നത്. 60യിലാണ് അല്ലേ? അപ്പോൾ HSR എത്രയാണ്? 60 ആണ്. അപ്പോൾ ഞാൻ എന്ത് എഴുതി? അത് ഇവിടെ എടുത്ത് എഴുതി. HSR = 60 എന്ന് എഴുതി. ഇനി ഇവിടെ എനിക്ക് കറക്ഷൻ ചെയ്യേണ്ട ആവശ്യമില്ല, എറർ 0 ആണ്. അപ്പോൾ കറക്റ്റഡ് HSR എത്ര തന്നെയാണ്? 60 തന്നെയാണ്. അപ്പോൾ എൻ്റെ ടോട്ടൽ റീഡിങ് ഇങ്ങനെ വരും 8 അല്ലേ? PSR പ്ലസ് കറക്റ്റഡ് HSR 60 × 0.01 ചെയ്യുമ്പോൾ എനിക്ക് എത്ര കിട്ടി? എനിക്ക് ഫൈനലി കിട്ടുന്നത് 8.60 മില്ലിമീറ്റർ എന്ന് കിട്ടി. ഇതാണ് എൻ്റെ പെന്നിൻ്റെ, ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഈ ഒരു പെന്നിൻ്റെ തിക്നെസ്. ഇനി എൻ്റെ രണ്ടാമത്തെ സ്ക്രൂ ഗേജിലേക്ക് ഞാൻ വരികയാണ്. ഈ രണ്ടാമത്തെ സ്ക്രൂ ഗേജിൽ ഈ പെന്ന് ഞാൻ എടുത്തു വെച്ചു. ഈ രണ്ടാമത്തെ സ്ക്രൂ ഗേജിലേക്ക് വെക്കുന്ന സമയത്ത് ഈ പെന്ന് മാറുന്നില്ലല്ലോ. അപ്പോൾ ഡെഫിനറ്റ് ആയിട്ടും എന്ത് മാറാൻ പാടില്ല? അതിൻ്റെ തിക്നെസ് മാറാൻ പാടില്ല. എന്നോട് മുമ്പ് ഒരു കുട്ടി ചോദിച്ച സംശയമാണ്, ഓരോ സ്ക്രൂ ഗേജിലും ഓരോ റീഡിംഗ് അല്ലേ നമുക്കപ്പോൾ കിട്ടുക ഈ എറർ ഉണ്ടാകുമ്പോൾ? അല്ല. അപ്പോൾ നമുക്ക് നോക്കാം, ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഇവിടെ നോക്കിയേ നിങ്ങൾ, PSR എത്ര തന്നെയാണ് ഞാൻ നോക്കുന്ന സമയത്ത്? പിച്ച് സ്കെയിലിൻ്റെ മുകളിൽ എനിക്ക് കാണാൻ പറ്റുന്നത് 6 7 8 അല്ലേ? 8 തന്നെയാണ് PSR കാണാൻ പറ്റുന്നത്. 8 എന്ന് എഴുതി. HSR ഞാൻ നോക്കുന്ന സമയത്ത് എനിക്ക് കാണാൻ പറ്റുന്നത് കോയിൻസൈഡ് ചെയ്യുന്ന 60 കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് 60 അല്ലേ? ഇവിടെയാണ് 60 ഉള്ളത്. 60 കഴിഞ്ഞിട്ട് 70 ഇവിടെയാണ്. ഇതിൻ്റെ ഇടയിൽ ഇവിടെ 65 ആയിട്ടാണ് കോയിൻസൈഡ് ചെയ്ത് കിടക്കുന്നത്. അപ്പോൾ എനിക്ക് എന്ത് എഴുതാം? ഇവിടെ HSR 65 എന്ന് എഴുതാം. ഇവിടെ നോക്ക്, എറർ പോസിറ്റീവ് അല്ലേ?
പ്ലസ്, അതുകൊണ്ടാണ് 5 കൂടുതൽ വന്നിട്ടുള്ളത്. ഇനി അതിനെ കറക്റ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? കറക്റ്റഡ് HSR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടിയ അവൈലബിൾ ആയിട്ടുള്ള HSR മൈനസ് എന്ത് ചെയ്യണം? നമ്മുടെ എറർ 5 അപ്പം -5 ആഡ് ചെയ്തു, അല്ലെങ്കിൽ 5 കുറച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ഈക്വൽ എത്ര കിട്ടും നമുക്ക്? 16 തന്നെ കിട്ടും. അപ്പോൾ ടോട്ടൽ റീഡിങ് എത്ര തന്നെയാണ്? നേരത്തെ ചെയ്ത പോലെ തന്നെ അല്ലേ? 8 + 60 × 0.01 ഈക്വൽ എത്ര തന്നെ കിട്ടി? 8.60 മില്ലിമീറ്റർ തന്നെ കിട്ടി. ഓക്കെ ആണല്ലോ? റെഡി അല്ലേ? യെസ്. നെക്സ്റ്റ് അടുത്ത ഇതിലേക്ക് പോവുകയാണ്. നെക്സ്റ്റ് അടുത്ത സ്ക്രൂ ഗേജിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് എന്ത് തന്നെ കിട്ടണം എന്നറിയോ? സെയിം റീഡിങ് തന്നെ കിട്ടണം. അപ്പോഴേ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ആ ഒരു പെന്നിൻ്റെ തിക്നെസ് ഈക്വലായിട്ട് നിൽക്കുന്നുണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പോവുകയാണ്? അടുത്ത സിറ്റുവേഷനിൽ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ മൂന്നാമത്തെ എൻ്റെ നെഗറ്റീവ് എറർ ഉണ്ടായിരുന്ന സ്ക്രൂ ഗേജ് ഞാൻ എടുത്തു. അതിനകത്ത് MSR മീൻസ് PSR അല്ലേ? PSR എന്ന് പറയുന്നത് 8 തന്നെയാണ് എനിക്കിവിടെ കാണാൻ വേണ്ടി പറ്റുന്നത്. HSR ഞാൻ നോക്കി. HSR നോക്കുന്ന സമയത്ത് അത് എത്രയാണ് കിടക്കുന്നത്? 50 കഴിഞ്ഞതാണ്. ഇവിടെയാണ് നമ്മുടെ 50 ഇവിടെ കിടപ്പുണ്ട്, 60 ഇവിടെ കിടപ്പുണ്ട് അല്ലേ? 55 കിടപ്പുള്ളത്. നമ്മുടെ HSR കിടക്കുന്നത് 55. അപ്പോൾ ഞാൻ എന്ത് എഴുതി? എൻ്റെ HSR എടുത്ത് എഴുതി. എത്രയാണ്? 55 എന്ന് എടുത്ത് എഴുതി. അപ്പോൾ കറക്റ്റഡ് HSR ഇവിടെ -5 അല്ലായിരുന്നു നമ്മുടെ ഇതുണ്ടായിരുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? -5 ആയതുകൊണ്ട് +5 ആണ് നമ്മുടെ HSR കറക്റ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ട ഇത്. അപ്പോൾ കറക്റ്റഡ് HSR ചെയ്യുന്ന സമയത്ത് 55ൻ്റെ കൂടെ എന്ത് കൂടി ആഡ് ചെയ്തു? +5 കൂടി ആഡ് ചെയ്തു. അപ്പോൾ എത്ര കിട്ടി? 16 തന്നെ കിട്ടി. 16 തന്നെ കിട്ടി നമുക്കിവിടെ. ഓക്കെ, 16 തന്നെ കിട്ടി. പ്ലസ് അപ്പം ടോട്ടൽ റീഡിങ് എടുക്കുന്ന സമയത്ത് 8 PSR 8 + 60 × 0.01 എന്ന് പറയുമ്പോൾ 8.60 മില്ലിമീറ്റർ. റെഡി അല്ലേ? അപ്പോൾ സെയിം തന്നെയാണ് കിട്ടുന്നത്. ഇനി നമുക്ക് നമ്മുടെ ലാബിലേക്ക്, നമ്മുടെ കേസിലേക്ക് വരാം. അപ്പോൾ അതിനകത്ത് നമുക്ക് ഒബ്സർവേഷൻസ് നോക്കുന്ന സമയത്ത് ആദ്യം പിച്ച് കണ്ടുപിടിക്കണം. പിച്ച് എന്ന് പറയുന്നത് എത്രയാണ്? നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചാണല്ലോ. 5 മില്ലിമീറ്ററോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള 10 റൊട്ടേഷൻ ആണെങ്കിൽ 10 മില്ലിമീറ്റർ ബൈ 10 എന്ന് എഴുതാം. അപ്പോൾ ഞാൻ 5 റൊട്ടേഷനാണ്. അപ്പോൾ 5 മില്ലിമീറ്റർ ബൈ 5 എന്ന് പറയുമ്പോൾ 1 മില്ലിമീറ്റർ എനിക്ക് പിച്ച് കിട്ടി. ലീസ്റ്റ് കൗണ്ട് എത്രയാണ് വരിക? 1 മില്ലിമീറ്റർ ഡിവൈഡഡ് ബൈ 100 എന്ന് എഴുതുക ഈക്വൽ ടു 0.01 മില്ലിമീറ്റർ. ഇത്രയും നിർബന്ധമായിട്ട് ആദ്യം എഴുതണം. ഇനി നിങ്ങൾ കിട്ടിയിരിക്കുന്ന സ്ക്രൂ ഗേജിൻ്റെ 0 എറർ എത്രയാണോ അതെടുത്ത് എഴുതിയാൽ മതി. നമ്മൾ ആദ്യം ചെയ്യണത് 0 എറർ നോക്കുക. ഇപ്പോൾ സപ്പോസ് നിങ്ങൾ എടുത്തിരിക്കുന്ന 0 എറർ, നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന 0 എറർ +5 ആണ്. അപ്പോൾ 0 കറക്ഷൻ എത്രയാണ്? -5 ഡിവിഷൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ അത് ഓരോരുത്തർക്കും കിട്ടുന്ന സ്ക്രൂ ഗേജിനെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ അത് ശ്രദ്ധിക്കണം. 0 എറർ കിട്ടുന്ന രീതിയിൽ ശ്രദ്ധിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? നമ്മൾ നമ്മുടെ ഒബ്സർവേഷനിലേക്ക് വരികയാണ്. ഒന്നാമത്തെ ഒബ്സർവേഷൻ ഞാൻ എടുത്തു. ഇപ്പോൾ എനിക്ക് വയറിൻ്റെ തിക്നെസ് എടുക്കണം. ഒന്നാമത്തെ ഒബ്സർവേഷൻ ഞാൻ നോക്കുന്നു. PSR എനിക്ക് 2 കിട്ടി. HSR ഞാൻ നോക്കിയപ്പോൾ ആദ്യം കിട്ടിയത് എനിക്ക് 35 ആണ്. ഓക്കെ, അപ്പോൾ കറക്റ്റഡ് HSR എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം? -5 കൂടി കൂട്ടിയിട്ട് അല്ലേ? -5 കൂടി കൂട്ടിയിട്ട് 30 എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യണം? കറക്റ്റഡ് HSR എഴുതണം. അപ്പോൾ ടോട്ടൽ റീഡിങ് എത്രയാണ്? 2 + 30 × 0.01 എന്ന് പറഞ്ഞാൽ 2.30 അല്ലേ? രണ്ടാമത്തെ റീഡിങ് എടുക്കുന്നു. അപ്പോൾ PSRൽ വലിയ മാറ്റമൊന്നും വരാനില്ല. HSR എനിക്കൊരു 36 കിട്ടി. അപ്പോൾ കറക്റ്റ് HSR എത്രയായിരിക്കും? 31 ആയിരിക്കും. 5 കുറച്ച് എഴുതിയാൽ മതിയല്ലോ. അപ്പോൾ 2.31. മൂന്നാമത് ഞാൻ വീണ്ടും PSR എനിക്ക് 2 തന്നെ കിട്ടി. അപ്പോൾ എനിക്ക് HSR വരുന്നത് 32 ആണ്. അല്ല, ഒരു 32 എന്ന് വിചാരിച്ചോ. 32 വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? കുറയ്ക്കണം അല്ലേ? 5 കുറച്ചാൽ 27. അപ്പോൾ 2.27 ആണ് എന്ത്? എൻ്റെ ടോട്ടൽ റീഡിംഗ് എന്ന് പറയുന്നത്. അടുത്ത നാലാമത്തെ റീഡിംഗ് കൂടി ഞാൻ എടുത്തു 2. അപ്പോൾ എനിക്ക് വന്നത് 34 ആണ്. അപ്പോൾ എന്ത് ചെയ്യണം? 29 അല്ലേ? 29. 5 കുറച്ച് കഴിഞ്ഞാൽ 29. അപ്പോൾ 2.29 മില്ലിമീറ്റർ. ഇനി എന്ത് ചെയ്യുക? സിംപ്ലി എന്ത് ചെയ്താൽ ഇതിൻ്റെ മീൻ എടുത്താൽ മതി. ഇതിൻ്റെ മീൻ എടുക്കുന്ന സമയത്ത് 2.30 + 2.31 + 2.27 + 2.29. അപ്പോൾ ഏകദേശം ഒരു 2.30 അല്ലേ? 2.30 മില്ലിമീറ്റർ എന്നുള്ള രീതിയിൽ വരും. ഇനി മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക? 2.3 × 10⁻³ മീറ്റർ എന്നാക്കി എഴുതി കഴിഞ്ഞാൽ നമ്മുടെ പ്രോസസ്സ് കഴിഞ്ഞു. ഓക്കെ, ഇതാണ് സ്ക്രൂ ഗേജിൻ്റെ റീഡിംഗ് എടുക്കുന്ന മെത്തേഡ്. അപ്പോൾ നമ്മൾ ഈ വീഡിയോക്കകത്ത് ലീസ്റ്റ് കൗണ്ട് എന്താണെന്ന് പറഞ്ഞു, പിച്ച് എന്താണെന്ന് പറഞ്ഞു, ദെൻ നമ്മൾ മെഷർമെൻ്റ് എടുക്കുന്ന രീതി പറഞ്ഞു, 0 എറർ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. ഏത് സ്ക്രൂ ഗേജ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാലും ആ ഒരു നമ്മൾ ഏത് ഒബ്ജക്റ്റിൻ്റെ മെഷർമെൻ്റ് ആണോ എടുക്കുന്നത് ആ മെഷർമെൻറ്റിൽ മാറ്റം വരുന്നില്ല എന്നുള്ളത് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ലാബിൽ സ്ക്രൂ ഗേജിൻ്റെ എക്സ്പെരിമെൻറ്റ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.